ഇലക്ഷൻ തട്ടിപ്പിൽ ഗിന്നസ് റെക്കോർഡിട്ട ഒരു സ്ഥാനാർത്ഥി. നമ്മുടെ രാജ്യം ഇപ്പോൾ തിരഞ്ഞെടുപ്പിന്റെ ചൂടിലേക്ക് നീങ്ങുകയാണല്ലോ. ഈ അവസരത്തിൽ നമുക്ക് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇലക്ഷൻ തട്ടിപ്പിനെ കുറിച്ച് ഒന്ന് കേൾക്കാം. ഏതാണ്ട് 100 വർഷങ്ങൾക്ക് മുൻപ് ആഫ്രിക്കയിലെ ലൈബീരിയ എന്ന രാജ്യത്താണ് ഇത് നടക്കുന്നത്. 1920 മുതൽ 30 വരെ ലൈബീരിയ ഭരിച്ച ചാൾസ് ഡി കിങ് ആണ് നമ്മുടെ കഥാനായകൻ. രാജ്യത്തിന്റെ വിപണിയെ ഉത്തേജിപ്പിക്കാനും കൃഷിയും മറ്റു വ്യവസായങ്ങളും വളർത്തിയെടുക്കാനും പുരോഗമനപരമായ പല മാറ്റങ്ങളും കൊണ്ടുവന്ന ഒരു പ്രസിഡന്റ് ആയിരുന്നു കിങ്. പക്ഷേ അതെല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെയായി എന്ന് മാത്രം. കാരണം പ്രാവർത്തികമാക്കിയപ്പോൾ ഈ പ്ലാനുകൾക്കൊന്നും രാജ്യത്ത് പ്രത്യേകിച്ചൊരു ഗുണവും കൊണ്ടുവരാൻ സാധിച്ചില്ല. പിന്നെ ആകെ ഉണ്ടായിരുന്ന ഗുണം എന്താണെന്ന് വെച്ചാൽ, കിങ്ങിന്റെ കാലത്താണ് ലൈബീരിയയിൽ എല്ലാ ജനങ്ങളിലേക്കും പഠന സൗകര്യങ്ങൾ എത്തിക്കാനുള്ള ശ്രമങ്ങൾക്ക് തുടക്കമിട്ടത്. അമേരിക്കയിൽ പഠനം നടത്തിയതിന്റെ ഫലമായി വിദ്യാഭ്യാസത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് അദ്ദേഹം വളരെയധികം ബോധവാനായിരുന്നു. ഇനി പ്രധാന സംഭവത്തിലേക്ക് കടക്കാം. 1927 ഇലക്ഷന് ചാൾസ് ഡി കിങ്ങിന്റെ എതിരാളിയായിരുന്നു പീപ്പിൾസ് പാർട്ടിയിൽ നിന്നുള്ള തോമസ് ഫോക്നർ. ഏതാണ്ട് 100 വർഷത്തോളം ലൈബീരിയ ഭരിച്ച ട്രൂ വിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിരുന്നു കിങ്. കിങ്ങിനെതിരെ പ്രധാനമായും 3 ആരോപണങ്ങളാണ് ഫോക്നർ ഉന്നയിച്ചിരുന്നത്. ഒന്ന്, സർക്കാർ ജോലികളിലും വലിയ സ്ഥാനങ്ങളിലുമെല്ലാം കിങ്ങിന്റെ ബന്ധുക്കളോ പാർട്ടിക്കാരോ ആയിരുന്നു. 2, ഫയർസ്റ്റോൺ റബ്ബർ കമ്പനി എന്ന അമേരിക്കൻ ടയർ കമ്പനിക്ക് റബ്ബർ കൃഷി നടത്താനും അത് കയറ്റി അയക്കാനുമുള്ള സൗകര്യങ്ങൾ നിസ്സാര വിലക്ക് നടത്തിക്കൊടുത്തത്. ഏതാണ്ട് 10 ലക്ഷം ഏക്കർ സ്ഥലമാണ് നിസ്സാര തുകയ്ക്ക് അവർക്ക് പാട്ടത്തിന് നൽകിയത്, അതും 99 വർഷത്തേക്ക്. പിന്നീടുള്ള കുറെ കാലത്തോളം ലൈബീരിയയുടെ പ്രധാന വരുമാനങ്ങളിൽ ഒന്നായിരുന്നു കമ്പനി നൽകിയ പാട്ടത്തുക. 3, ഫയർസ്റ്റോൺ കമ്പനിയിൽ നിന്ന് കടമെടുത്ത് ചിലവാക്കിയ $5 മില്യൺ കണക്ക്. രാജ്യത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാൻ എന്ന പേരിലാണ് കമ്പനിയിൽ നിന്ന് കടം വാങ്ങിയത്. പക്ഷേ വാങ്ങിയ പണത്തിന്റെ പകുതിയിലധികവും അമേരിക്കയോടുണ്ടായിരുന്ന കടം വീട്ടാനും അവിടെ നിക്ഷേപിച്ച് അവരെ സുഖിപ്പിക്കാനുമാണ് ചിലവാക്കിയത്. വളരെ ചെറിയ തുക മാത്രമാണ് രാജ്യത്തിന് വേണ്ടി ചിലവാക്കാൻ ബാക്കിയുണ്ടായിരുന്നത്. ഇവയൊക്കെ ഉയർത്തിക്കാട്ടിയാണ് കിങ്ങിനെതിരെ ഫോക്നർ ശക്തമായി പ്രചാരണം നടത്തിയത്. പക്ഷെ റിസൾട്ട് വന്നപ്പോഴാണ് വമ്പൻ ട്വിസ്റ്റ്. ജയിച്ചത് കിങ് തന്നെയായിരുന്നു. ഏതാണ്ട് 2,29,527 വോട്ടുകൾ നേടിയാണ് കിങ് ജയിച്ചത്. ഫോക്നർക്ക് ആകെ കിട്ടിയത് 9,000 വോട്ടുകൾ മാത്രം. പക്ഷെ ഇവിടെയാണ് ഏറെ രസകരമായ മറ്റൊരു ട്വിസ്റ്റ് ഉള്ളത്. ആ വർഷത്തെ കണക്കനുസരിച്ച് ലൈബീരിയയിൽ വോട്ടവകാശമുള്ള ആളുകളുടെ എണ്ണം വെറും 15,000-ൽ താഴെ മാത്രമായിരുന്നു. അതായത് 15,000 പേർക്ക് മാത്രം വോട്ട് ചെയ്യാൻ അവകാശമുള്ള ഇലക്ഷനിലാണ് 2.25 ലക്ഷത്തിലധികം വോട്ട് നേടി കിങ് ജയിച്ചിരിക്കുന്നത്. തീർന്നില്ല, ലോകത്ത് ഒരു പ്രധാന ഇലക്ഷനിലും രാജ്യത്തിലെ രജിസ്റ്റർ ചെയ്ത എല്ലാ വോട്ടർമാരും വന്ന് വോട്ട് ചെയ്ത ചരിത്രമില്ല. അതായത് 100% പോളിംഗ് എവിടെയും ഉണ്ടായിട്ടില്ല. അപ്പോഴാണ് ലൈബീരിയയിൽ 1600% പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ ലോകത്തിലെ ഏറ്റവും കറപ്റ്റഡ് ആയ ഇലക്ഷൻ എന്ന ഗിന്നസ് റെക്കോർഡ് ഇതിന് ലഭിച്ചു. തീർന്നില്ല, ഒരു വലിയ ട്വിസ്റ്റ് കൂടെ ബാക്കിയുണ്ട്. ഇലക്ഷന് ശേഷം അധിക കാലം കിങ്ങിന് രാജ്യം ഭരിക്കാൻ സാധിച്ചില്ല. കാരണം പ്രതികാരദാഹിയായ ഫോക്നർ അത്ര വലിയ ഒരു വിവാദമാണ് ഉയർത്തിക്കൊണ്ടുവന്നത്. രാജ്യത്തിന്റെ അകത്തും പുറത്തുമായി ജോലി വാഗ്ദാനം ചെയ്ത് അതിന് വരുന്ന പാവങ്ങളെ കൊണ്ട് അടിമപ്പണി എടുപ്പിച്ച് ലാഭമുണ്ടാക്കുകയായിരുന്നു കിങ്ങും പാർട്ടിയിലെ ചിലരും. ആദ്യം ഈ ആരോപണങ്ങളെല്ലാം കിങ് തള്ളിക്കളഞ്ഞു. പക്ഷേ അമേരിക്ക ഇടപെട്ട് ചെവിക്ക് പിടിച്ച് യുഎന്നിന്റെ ആദ്യ രൂപമായ ലീഗ് ഓഫ് നേഷൻസിനെ അന്വേഷണത്തിന് അയച്ചതോടെ എല്ലാം സത്യമാണെന്ന് തെളിഞ്ഞു. അതോടെ 1930-ൽ കിങ്ങിന് സ്ഥാനം ഒഴിയേണ്ടി വന്നു. അപ്പോഴാണ് ഏറ്റവും വലിയ ട്വിസ്റ്റ്. കിങ്ങിന്റെ പകരക്കാരനായി അമേരിക്കയുമായി അടുത്ത ബന്ധമുള്ള എഡ്വിൻ ബാർക്ലേയെ ഇറക്കിയാണ് ട്രൂ വിക് പാർട്ടി ഇലക്ഷനെ നേരിട്ടത്. കഷ്ടപ്പെട്ട് കിങ്ങിനെ താഴെ ഇറക്കിയ ഫോക്നർ തന്നെയായിരുന്നു അപ്പോഴും എതിരാളി. എന്നിട്ട് റിസൾട്ട് വന്നപ്പോൾ ഫോക്നർ പിന്നെയും പൊട്ടി.